ഉൽപ്പത്തി പുസ്തകം 16 അധ്യായം. ബാറക്മൂർ. അബ്രഹാമിൻ്റെ ഭാര്യയായ സാറായി മക്കളെ പ്രസവിച്ചിരുന്നില്ല. എന്നാലോ അവൾക്ക് ഹാഗർ എന്നുപേരുള്ള ഒരു മിസ്രൈമിദാസി ഉണ്ടായിരുന്നു. സാറായി അബ്രഹാമിനോട്, ഞാൻ പ്രസവിക്കാതിരിപ്പാൻ യഹോവ എൻ്റെ ഗർഭം അടച്ചിരിക്കുന്നുവല്ലോ. എൻ്റെ ദാസിയുടെ അടുക്കൽ ചെന്നാലും പക്ഷേ അവൾ എനിക്ക് മക്കൾ ലഭിക്കുമെന്ന് പറഞ്ഞു. അബ്രഹാം സാറായുടെ വാക്കനുസരിച്ചു. അബ്രഹാം കനാൻ ദേശത്ത് പാർത്തു. 10 സംവത്സരം കഴിഞ്ഞപ്പോൾ അബ്രഹാമിൻ്റെ ഭാര്യ സാറായി മിസ്രൈമിദാസിയായ ഹാഗറിനെ തൻ്റെ ഭർത്താവായ അബ്രഹാമിന് ഭാര്യയായി കൊടുത്തു. അവൻ ഹാഗറിൻ്റെ അടുക്കൽ ചെന്നു. അവൾ ഗർഭം ധരിച്ചു. താൻ ഗർഭം ധരിച്ചു എന്ന് അവൾ കണ്ടപ്പോൾ യജമാനത്തി അവളുടെ കണ്ണിന് നിന്ദിതയായി. അപ്പോൾ സാറായി അബ്രഹാമിനോട്, എനിക്ക് ഭവിച്ച അന്യായത്തിന് നീ ഉത്തരവാദി. ഞാൻ എൻ്റെ ദാസിയെ നിന്നെ മാർപിടത്തിൽ തന്നു. എന്നാൽ താൻ ഗർഭം ധരിച്ചു എന്ന് അവൾ കണ്ടപ്പോൾ ഞാൻ അവളുടെ കണ്ണിന് നിന്ദിതയായി. യഹോവ എനിക്കും നിനക്കും മധ്യ ന്യായം വിധിക്കട്ടെ എന്ന് പറഞ്ഞു. അബ്രഹാം സാറായിയോട്, നിന്റെ ദാസി നിന്റെ കയ്യിലിരിക്കുന്നു. ഇഷ്ടം പോലെ അവളോട് ചെയ്തു കൊള്ളുക എന്ന് പറഞ്ഞു. സാറായി അവളോട് കാഠിന്യം തുടങ്ങിയപ്പോൾ അവൾ അവളെ വിട്ട് ഓടിപ്പോയി. പിന്നെ യഹോവയുടെ ദൂതൻ മരുഭൂമിയിൽ ഒരു നീരുറവിൻ്റെ അരികെ, സൂര്യന് പോകുന്ന വഴിയിലെ നീരുറവിൻ്റെ അരികെ വെച്ച് തന്നെ അവളെ കണ്ടു. സാറായിയുടെ ദാസിയായ ഹാഗാറേ, നീ എവിടെ നിന്ന് വരുന്നു, എങ്ങോട്ട് പോകുന്നു എന്ന് ചോദിച്ചു. എന്തിന് അവൾ, ഞാൻ എൻ്റെ യജമാനത്തി സാറായെ വിട്ട് ഓടിപ്പോവുകയായിരുന്നു എന്ന് പറഞ്ഞു. യഹോവയുടെ ദൂതൻ അവളോട്, നിന്റെ യജമാനത്തിയുടെ അടുക്കൽ മടങ്ങി ചെന്ന് അവൾക്ക് കീഴടങ്ങിയിരിക്ക എന്ന് കൽപ്പിച്ചു. യഹോവയുടെ ദൂതൻ പിന്നെയും അവളോട്, ഞാൻ സന്തതിയെ എനിക്ക് വർദ്ധിക്കും, അത് എണ്ണിക്കൂടാതക്കവണ്ണം പെരുപ്പമുള്ളതായിരിക്കും. നീ ഗർഭിണിയല്ലോ, നീ ഒരു മകനെ പ്രസവിക്കും. യഹോവ നിന്നെ സങ്കടം കേൾക്കൊണ്ട് അവന് ഇസ്മായേൽ എന്ന് പേർ വിളിക്കണം. അവൻ കാട്ട് കഴുതയെ പോലെയുള്ള മനുഷ്യനായിരിക്കും. അവൻ്റെ കൈ എല്ലാവർക്കും വിരോധമായും എല്ലാവരുടെയും കൈ അവന് വിരോധമായും ഇരിക്കും. അവൻ തൻ്റെ സകല സഹോദരന്മാർക്കും എതിരെ പാർക്കുമെന്ന് അരുളി ചെയ്തു. എന്നറിയ അവൾ, എന്നെ കാണുന്നവനെ ഞാൻ ഇവിടെയും കണ്ടുവോ എന്ന് പറഞ്ഞു. തന്നോട് അരുളി ചെയ്ത യഹോവയ്ക്ക്, ദൈവമേ, നീ എന്നെ കാണുന്നു എന്ന് പേർ വിളിച്ചു. അതുകൊണ്ട് ആ കിണറ്റിന് ബേർ ലഹായി രോയി എന്ന് പേരായി. അത് കാദേശിനും ബേരേദിനും മധ്യേയിരിക്കുന്നു. പിന്നെ ഹാഗാർ അബ്രാമിന് ഒരു മകനെ പ്രസവിച്ചു. ഹാഗാർ പ്രസവിച്ച തൻ്റെ മകന് അബ്രാം ഇസ്മായേൽ എന്ന് പേരിട്ടു. ഹാഗാർ അബ്രാമിന് ഇസ്മായേലിനെ പ്രസവിച്ചവൾ. അബ്രാമിന് 86 വയസ്സായിരുന്നു. ബാറക്മൂർ.